ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രമീസ് കിച്ചൺ. ഇന്ന് നമ്മൾ പ്രമീസ് കിച്ചണിൽ ഉണ്ടാക്കുന്നത് തുവരപ്പുളിയാണ്. അപ്പോൾ തുവരപ്പുളി ഉണ്ടാക്കാനായിട്ട് നമ്മൾ 250 ഗ്രാം തുവരയാണ് എടുത്തിട്ടുള്ളത്. അതിനെ ചീനച്ചട്ടിയിലിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി. ഒരുപാട് കരിഞ്ഞു പോവേണ്ട കേട്ടോ. കരിഞ്ഞു പോയാൽ തുവരയുടെ ആ ഒരു മണം ഉണ്ടാവില്ല. അതുകൊണ്ട് കരിയാതെ ശ്രദ്ധിക്കുക. ഇതേ നമ്മൾ തുവരയെല്ലാം വറുത്തെടുത്ത് നല്ലതുപോലെ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊരു 3 വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി നല്ല വേവുള്ള തുവരയാണെങ്കിൽ ഒരു 4 വിസിൽ വരെ ആവാം. എനിക്ക് പുളിങ്കറികളിൽ ഇതുപോലെ പയർ കറികളിൽ ഇഷ്ടമുള്ളത് ഈ തുവരപ്പുളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്. ആ ചോറിൽ ഒഴിച്ചിടുന്ന സമയത്ത് നല്ലൊരു മണവുമാണ്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക കേട്ടോ. അപ്പോൾ ദേ നമ്മുടെ കുക്കറിൽ 3 വിസിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കുക്കർ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് കറി വയ്ക്കുന്നതിന് മുമ്പ് നമുക്ക് തേങ്ങയൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഒരു ചെറിയ ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1/4 സ്പൂണിനും താഴെ ജീരകം, നല്ല ജീരകമാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ജീരകം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ജീരകം ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി നമുക്കിത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. അരയാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. തേങ്ങ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൽ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള തുവര മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി കുക്കറിൽ തന്നെ വെക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ. ഞാനത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പ് 1 സ്പൂണ്. ഇനി അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും 3 പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് മൂടി വയ്ക്കാം. ഇതേ കറി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കാം. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞതാണ്, അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഉപ്പ് നോക്കിയ ശേഷം വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. പുളി ഒഴിച്ചു കൊടുത്തതിന് ശേഷം ദേ നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചുകൂടെ കറിക്ക് ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തേങ്ങ അരച്ചിട്ടുള്ള മിക്സിയിൽ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. കറി ഒന്നുകൂടെ ഒന്ന് ചൂടാറി വരുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് വരും. അതുകൊണ്ട് ഇപ്പോൾ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇന്നത്തെ തേങ്ങ ഒഴിച്ചതിന് ശേഷം കറി നല്ലതുപോലെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ചൊഴിക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ തുവരപ്പുളി റെഡി ആയിട്ടുണ്ട്. തേങ്ങയൊക്കെ അരച്ച് ചേർത്തുള്ള തുവരപ്പുളി റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കിതേ എണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക് പൊട്ടിച്ചത്, കറിവേപ്പില, വെളുത്തുള്ളി ചതച്ചതും ചെറിയ ഉള്ളി ചതച്ചതുമാണ്. അത് രണ്ടും ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അതിന് പച്ച മണമൊന്ന് മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ ഒന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി അത് കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ തുവരപ്പുളി റെഡി ആയിട്ടുണ്ട്. എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്യുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതുപോലുള്ള നാടൻ കറികൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതിൻ്റെ രുചിയോ ഇതിൻ്റെ മണമോ ഒന്നും നമുക്ക് ഒരിക്കലും നമ്മുടെ നാവിൽ നിന്നും പോവുകയില്ലാത്ത കറികളാണ് അല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാലും എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടെ മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാരോടും സ്നേഹത്തോടെ ബൈ.